കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 9ാം ദിവസത്തിൽ. ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് പുഴയിൽ പരിശോധന നടത്തും. കരസേനയും നാവികസേനയും സംയുക്തമായാണ് പുഴയിൽ പരിശോധന. പുഴയുടെ അടിത്തട്ടിൽ വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. റഡാർ സിഗ്നൽ കിട്ടിയ ഇടത്തു തന്നെയാണ് സോണാർ സിഗ്നലും ലഭിച്ചത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ചാകും ഇന്ന് തിരച്ചിൽ നടക്കുക. അർജുന്റെ ലോറിയോ പുഴയിലേക്ക് മറിഞ്ഞു വീണ ഹൈ ടെൻഷൻ ടവറോ ആകാമെന്നാണ് സൈന്യത്തിന്റെ നിഗമനം. അങ്കോലയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേർന്നത് ഷഫീഖ് നസ്രുള്ളയാണ്. ഷഫീഖ്, ഒരു മനുഷ്യനായുള്ള തിരച്ചിൽ 9ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എല്ലാ പ്രതീക്ഷയും അവസാനമായിട്ട് ലഭിച്ച സിഗ്നലിലാണ്. ഇന്നിപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും തിരച്ചിൽ ഉണ്ടാകുക? എപ്പോഴായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക? ഇന്നലെ നാവികസേന നടത്തിയ പരിശോധനയിൽ ഒരു സോണാർ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തന്നെയാണ് നേരത്തെ റഡാർ സിഗ്നലും ലഭിച്ചിരുന്നത്. ഈ ഭാഗം കേന്ദ്രീകരിച്ചാവും ഇന്ന് പരിശോധന നടക്കുക. നാവികസേനയുടെ നേതൃത്വത്തിൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും വലിയ ഒരു ലോഹവസ്തുവിൻ്റെ സിഗ്നലാണ് ലഭിച്ചത്. ഈ ലോഹവസ്തു ഒരുപക്ഷെ അർജുൻ്റെ ലോറിയാവാം എന്നൊരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചായക്കട, നേരത്തെ ഈ ഒഴുക്കിൽ ഒലിച്ചു പോയിരുന്ന ഒരു ചായക്കടയുണ്ട്. അതിൻ്റെ പരിസരത്ത് ഒരു ഹൈടെൻഷൻ ടവർ നിലനിന്നിരുന്നു. ആ ഹൈടെൻഷൻ ടവർ പുഴയിലേക്ക് മറിഞ്ഞു വീണിരുന്നു. ആ പുഴയിലേക്ക് മറിഞ്ഞു വീണ ഹൈടെൻഷൻ ടവറിൻ്റെ സിഗ്നലാവാനുള്ള സാധ്യതയുമുണ്ട്. ഈ രണ്ട് സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇതിൽ ഹൈടെൻഷൻ ടവറാണോ അതോ ലോറിയാണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ അത് സംബന്ധിച്ച് ഒരു കൃത്യമായ പരിശോധന നടത്തണം. ഈ രണ്ട് സിഗ്നലുകളും ലഭിച്ചത് ഒരേ സ്ഥലത്താണ് എന്നതാണ് കൂടുതൽ നാവികസേനയെ ഏറെ ഈ ലോറി തന്നെയാവാം എന്നൊരു പ്രതീക്ഷയിലാണ് ഇന്ന് ഇതിൻ്റെ ഒരു തെരച്ചിൽ ആരംഭിക്കുന്നത്. ആ തെരച്ചിലിന് വേണ്ടി ഐബോർഡ് എന്ന ഒരു ആധുനിക ഉപകരണം കൂടി ഇന്ന് എത്തിക്കും. ഐബോർഡ് എന്ന ആധുനിക ഉപകരണം ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്ന വസ്തുക്കളെ സിഗ്നൽ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഈ ഐബോർഡ് ഇന്ന് എത്തിച്ച് പരിശോധന നടത്തുമ്പോൾ ചളിയിൽ പൂണ്ടുകിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താനാവും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ അതിൻ്റെ സിഗ്നൽ ലഭിക്കും. മണ്ണിൽ പുതഞ്ഞു പോയ വസ്തു 20 മീറ്റർ ആഴത്തിൽ വരെയുള്ള വസ്തുക്കളെ കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നിരീക്ഷിക്കാൻ 2.4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരെ ഇത് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആഴത്തിൽ പുതഞ്ഞു പോയിട്ടുള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിയും. ലോറി എവിടെയെങ്കിലും ചളിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന ഈ ഉപകരണം വെച്ച് ഇന്ന് നടത്താനാവും. നേരത്തെ ഈ സോണാർ സിഗ്നൽ ലഭിച്ച ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഈ ഐബോർഡും ഇന്ന് പരിശോധന നടത്തുക. ഈ ഉപകരണം എത്ര മണിക്ക് ഇവിടെ എത്തിക്കും എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല. ഈ ഉപകരണം എത്തുന്നതോടുകൂടി തന്നെ 2.4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് 20 മീറ്റർ ആഴത്തിൽ മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുന്ന വസ്തുക്കളെ കണ്ടെത്താനാവും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പുഴയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അർജുൻ്റെ ലോറിയും അതോടൊപ്പം ആ പരിസരത്തുണ്ടായിരുന്ന ഹൈടെൻഷൻ ടവറും ഈ പുഴയിലേക്ക് വീണുപോയിട്ടുണ്ട്. അപ്പോൾ ഏത് വസ്തുവിൻ്റെ സിഗ്നലാണ് ലഭിക്കുന്നത് എന്നത് ഒരു സ്ഥിരീകരണം ഉണ്ടാവണം. ഇപ്പോൾ സോണാർ സിഗ്നൽ ലഭിച്ചു, നേരത്തെ അവിടെ റഡാറിൻ്റെ സിഗ്നൽ ഉണ്ടായിരുന്നു. ഈ രണ്ട് സിഗ്നലുകളും ഈ രണ്ട് വസ്തുക്കളുടേതുമാവാം. അതിൽ ഏതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നില്ല. അതുതന്നെയാണ് സൈന്യവും പറയുന്നത്. ആ അർത്ഥത്തിൽ വലിയൊരു പ്രതീക്ഷ ഇന്നത്തെ ഒരു തിരച്ചിലുണ്ട്. ഈ ആധുനിക ഉപകരണം എത്തിക്കുന്നതോടുകൂടി പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. കൂടുതൽ തീർച്ചയായും ഇന്നത്തെ തിരച്ചിൽ അത് നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഷഫീഖ, ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച അർജുനായുള്ള തിരച്ചിൽ 9ാം ദിവസവും തുടരുമ്പോഴാണ് മുൻ മേജർ ജനറൽ M ഇന്ദ്രപാലൊക്കെ ഈ തിരച്ചിലിന് നേതൃത്വം നൽകാൻ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എത്തരത്തിലുള്ളൊരു തിരച്ചിൽ നമ്മൾ കാണണം? ആ തിരച്ചിലിന്റെ വേഗത കൂടാനുള്ള സാഹചര്യങ്ങളുണ്ടോ? എന്തൊക്കെയാണ് അതുമായി സംബന്ധിച്ച് പറയാനുള്ളത്? റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ആയിരിക്കും ഈ ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള
ഈ നിരീക്ഷണത്തിന് നേതൃത്വം കൊടുക്കുക. ഐബോർഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്താണ് ആ ഉപകരണം ഇവിടെ എത്തിക്കുന്നത്. AI-യുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ആ കമ്പനിയാണ് അതിൻ്റെ നിരീക്ഷണ ദൂരം സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2.4 മീറ്റർ ഉയരത്തിൽ നിന്ന് തന്നെ അതിന് താഴ്ഭാഗത്തുള്ള 20 മീറ്റർ ആഴത്തിൽ മണ്ണിൽ പുതഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളെ കണ്ടെത്താൻ അതിന് സിഗ്നൽ നൽകാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പുഴയിൽ 20 മീറ്റർ താഴത്ത് പോലും ആ വസ്തുക്കളുണ്ടെങ്കിൽ കണ്ടെത്താനാവും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ താഴ്ഭാഗത്ത് നിന്ന് പരിശോധിക്കുന്ന ഉപകരണങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആകാശത്ത് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2.4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പോലും ഇത് പ്രവർത്തിപ്പിക്കാനാവും. ഈ ഐബോർഡ് എന്ന ഉപകരണം, ആധുനിക ഉപകരണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിട്ടയർഡ് മേജറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും ഈ നിരീക്ഷണം ഉണ്ടാവുക. അത്തരം നിരീക്ഷണത്തിന് തോടുകൂടി ഇന്ന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്ന് വാഹനം കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തോടുകൂടി ശക്തമായ മഴയായിരുന്നു, കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല, അടിയൊഴുക്ക് ശക്തമായിരുന്നു. ഈ അടിയൊഴുക്കൊക്കെ കാരണം നേരത്തെ തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് ഈ സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴ ഇല്ല. പക്ഷേ ഈ പ്രദേശത്തെ മഴയില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ നിന്ന് വാർത്ത നൽകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സൂചനയും നൽകാതെ ശക്തമായ മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം മഴ മാറിയ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും ഈ ആധുനിക ഉപകരണങ്ങൾ ഇവിടെ എത്തുകയും ആ നിരീക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ റഡാറിൻ്റെയും സോണാറിൻ്റെയും സിഗ്നൽ ലഭിച്ച പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ ലോഹവസ്തു ഉണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ ലോഹവസ്തു അർജുനൻ്റെ വാഹനമാവട്ടെ, ലോറി ആവട്ടെ എന്നൊരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ഇവിടെ കാത്തിരിക്കുന്ന ബന്ധുക്കളും അതോടൊപ്പം നമ്മളടക്കം മുഴുവൻ ആളുകളും. ശരി, കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിലാണ് 9ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഷഫീഖ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കൂടുതൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടായിരിക്കും പുഴയിലടക്കം പരിശോധന നടക്കുക. അവസാനം ലഭിച്ച സോണാർ സിഗ്നലിലാണ് എല്ലാ പ്രതീക്ഷയും ഉള്ളത്. അത് അർജുൻ സഞ്ചരിച്ച ലോറിയുടേത് തന്നെയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരും അധികൃതരും ഒക്കെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ നാവികസേനയും ഒപ്പം തന്നെ കരസേനയും സംയുക്തമായിട്ടാണ് അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുക. അങ്കോലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഫീഖ് നസ്രുള്ള.